Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. എല്ലാവരും കേൾക്കാമോ? PDF കാണാമോ? കാര്യങ്ങളൊന്ന് കേറിക്കോട്ടെ കേട്ടോ. രാവിലത്തെ ഭക്ഷണവും കഴിഞ്ഞുണ്ടാവട്ടെ. എന്താണ് ഭയങ്കര ഒരു സൈലൻസ്? എന്ത് പറ്റി? കഴിച്ചു. ലാസ്റ്റ് ക്ലാസ് ആണ്, ലാസ്റ്റ് മോർണിംഗ് ആണ്. ഫീലിംഗ് കുറച്ച് ഞാൻ റിവൈസ് ചെയ്യുള്ളൂ, ബാക്കി എല്ലാം പറയുന്നില്ല കേട്ടോ. ബാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. കുറച്ച് ചാപ്റ്റേഴ്സ് ഒന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ. ഇനി നമുക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ?
ക്വസ്റ്റ്യൻസ് അല്ല, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പേപ്പർ 1ലെയും 2ലെയും കാര്യമാണ് പറയുന്നത്. ഓക്കെ, കാഷ്വാലിറ്റിയുടെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള നെയിംസ് അറിയാലോ. എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റിന്റെ ഓൾട്ടർനേറ്റീവ് നെയിംസ്: കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസികൾ. ആ 3 പേരുകൾ ഒന്ന് നോക്കിപ്പോണം കേട്ടോ. പിന്നെ അതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രൗണ്ട് ഫ്ലോറിലാണത്. പിന്നെ മേജർ ഫങ്ഷൻ ഏരിയാസ് നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. ഫങ്ഷൻ ഏരിയാസും അതർ ഏരിയാസും. അതായത് ഇത് നമ്മൾ ഓഡ് ആൻഡ് ഔട്ട് പോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ അതൊന്ന് നോക്കാം. മനസ്സിലായല്ലോ? പേഷ്യന്റ് ഫ്ലോയുടെ ഈ ഒരു ഓർഡർ തെറ്റിപ്പോകരുത് കേട്ടോ. പേഷ്യന്റ് ഫ്ലോ നടക്കുന്നത് എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ? ഫസ്റ്റ് നടക്കുന്ന പ്രോസസ് എന്താണ്? ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീവാലുവേഷൻ, ഡിസ്ചാർജ് കേട്ടോ. ഇതും ചൂസ് ദ കറക്റ്റ് ഓർഡർ എന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കരുത്. ഇപ്പൊ ഓർഡർ തെറ്റിച്ച് ചോദിച്ചാലും നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതിക്കോളാം കേട്ടോ. ഓർഡർ തെറ്റിപ്പോകരുത്. ആദ്യം റിസപ്ഷൻ അല്ല, ഫസ്റ്റ് ട്രയേജ് തന്നെയാണ്. ഓർഡർ തെറ്റിപ്പോകരുത്. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് ഒക്കെ ആരൊക്കെയാണത് അതെങ്ങനെ ചോദിച്ചാലും അറിയാൻ പറ്റും. പിന്നെ റെക്കോർഡ്സിൽ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് MLC റെക്കോർഡാണ് അല്ലെ. MLCയുടെ എക്സ്പാൻഷൻ പഠിക്കണം. മെഡിക്കോ ലീഗൽ കേസസ്. ഒരു കാരണവശാലും അത് തെറ്റിപ്പോകരുത് കേട്ടോ. മെഡിക്കോയാണ്, മെഡിക്കൽ അല്ല. മെഡിക്കോ ലീഗൽ കേസസ്. അതിൽ ഉൾപ്പെടുന്ന കേസുകൾ എന്തൊക്കെ വരുന്നുണ്ട്? ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, അൺകോൺഷ്യസ് ബ്ലോട്ടഡ്. ഇതെല്ലാം തന്നെ നമ്മൾ ഏത് സ്റ്റാമ്പിലാണിത് സ്റ്റോർ ചെയ്യുന്നത്? MLC സ്റ്റാമ്പിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഏറ്റവും മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ? ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിൽ കിടക്കുന്ന പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ അല്ലെ. കറക്റ്റ് ലൈഫ് മെഡിക്കൽ കെയർ കൊടുത്ത പേഷ്യന്റിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് 24 hours നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സേവനങ്ങളും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലീസും കോർട്സുമായിട്ട് കോപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കോപ്പറേറ്റീവ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്? പോലീസ് കോർട്ടുമായിട്ട്. ഏതൊക്കെ കേസുകളിലാണ് അത് ആവശ്യമായിട്ട് വരുന്നത്? പറഞ്ഞേ. MLC കേസുകൾ അല്ലെ, മെഡിക്കോ ലീഗൽ കേസസിലാണ്. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ പോലീസും കോർട്ടുമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഘട്ടം അത് ഏത് സ്റ്റേജിലാണ്, ഏത് സിറ്റുവേഷൻസിലാണ് നമ്മളത്? ഏത് സിറ്റുവേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് അത് പ്രവർത്തിക്കുന്നത്? എസ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ് അല്ലെ. എമർജൻസി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ മറ്റു ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് കാഷ്വാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കെ, അതേപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എമർജൻസി മെഡിസിൻസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നത് ആരാണ്? എമർജൻസി മെഡിസിൻസ് മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ ആണ് EDയിലെ എമർജൻസി മെഡിസിൻസ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നത്. യെസ്, പിന്നെ നമ്മൾ അതില് SOPs പഠിക്കുന്നില്ലേ? SOPs ഇത് നോക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതിന്റെ എക്സ്പാൻഷനും പഠിക്കണം. അതിൽ എന്തൊക്കെയാ വരുന്നതെന്ന് പഠിക്കണം. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്കിന്റെ ലാസ്റ്റ് ഭാഗമുണ്ടോ? മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഒന്ന് നോക്കിപ്പോണോ കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ് അതില്. ചാപ്റ്ററിൽ വരുന്നുള്ളൂ. പിന്നെ ഇത് RMS റിവൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഫ്രണ്ട് ഓഫീസ്. ഇതിൽ ടെലിഫോൺ എക്സിക്യൂട്ടീവ്സ് നന്നായിട്ട് നോക്കണേ.
പിന്നെ ഈ സ്കില്ലുകൾ നന്നായിട്ട് പഠിക്കാം. സ്കില്ലുകൾ ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട 5, 6, 7 സ്കില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നോക്കുക. ടെലിഫോൺ എറ്റിക്യൂട്ടീസ് നോക്കാം. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കില്ലാണ് ടെലിഫോൺ എറ്റിക്യൂട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പേഷ്യന്റ് എല്ലാം ഹോസ്പിറ്റൽ വാർഡ് യൂണിറ്റ് 10 ചാപ്റ്റർ എടുത്തേ. ഓക്കെ, ടൈപ്സ് ഓഫ് വാർഡ് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾ ഗൈനക്കോളജി, ഓങ്കോളജി. ഇതിലല്ലാത്ത ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് വാർഡ് തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ തിരിച്ചറിയാനൊരു കോമൺ സെൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് തന്നെ ചോദിക്കണമെന്നുണ്ടാവില്ലല്ലോ കേട്ടോ. ഗൈനക്കോളജി മാത്രമായിരിക്കും. ഇപ്പൊ വേണമെങ്കിൽ എന്താണ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്തിനുള്ളതാണ്? പീഡിയാട്രിക് എന്ത് സ്പെഷ്യലൈസ്ഡ് വാർഡാണ് അത്? പീഡിയാട്രിക് വാർഡ്സുകള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ. അതേപോലെ തന്നെ പൾമനോളജി ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. പൾമനോളജി വാർഡ് എന്ത് തരത്തിലുള്ള അസുഖങ്ങളാണ് അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെ. കിഡ്നി, ലങ്സ്. ഓക്കെ, നെഫ്രോളജിയിൽ എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്? നെഫ്രോളജിയിലാണ് കിഡ്നീസ്, ന്യൂറോളജിയിലാണ് നെർവസ് കേട്ടോ. അതൊക്കെ വെറുതെ. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ CTVS എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. കാർഡിയോ തൊറാക്കിക് വെസ്കുലാർ സർജറി. ഓക്കെ, എക്സ്പാൻഷൻ പഠിക്കണം. പിന്നെ ഇത് കോൺസ്റ്റന്റ് ഓഫ് വാർഡ് സ്പേസ്. ഇത് എല്ലാ പിള്ളേരും നോക്കണേ. ഇത് ഒരുപാട് ഇതിന് കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് വാർഡ് സ്പേസസിൽ ഏതൊക്കെയാ വരുന്നത്? പേഷ്യന്റ് സ്പേസും നഴ്സിംഗ് സ്പേസും മാത്രമാണ് കേട്ടോ. PDF തെറ്റാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ടുള്ളൂ. പേഷ്യന്റ് സ്പേസും നഴ്സിംഗ് സ്പേസും ആയിരിക്കും തരുന്നത്. അപ്പൊ ഇത് ഓർഡർ 1 ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറി പോവാതിരിക്കാൻ അതിന്റെ ഹെഡ് പോയിന്റ്സ് അടക്കം നിങ്ങൾ പഠിക്കേണ്ടതാണ്. കോൺസ്റ്റന്റ് വാർഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ 2 സ്പേസിൽ വരുന്നുള്ളൂ. പേഷ്യന്റ് സ്പേസും നഴ്സിംഗ് സ്പേസും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒപ്പം ചിലപ്പോൾ എന്താണ് മെയിൻ കമ്പോണൻസും കൂടി മിക്സ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി, സാനിറ്ററി ഏരിയ, ഇതിനൊക്കെ എങ്ങനെയെങ്കിലും മിക്സ് ചെയ്ത് ചോദിച്ചാലും രണ്ടും രണ്ടാണ്. കമ്പോണന്റ് ഏതാണ്, കോൺസ്റ്റന്റ് വാർഡ് സ്പേസ് ഏതാണെന്ന് 2 വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ക്ലിനിക്കൽ ഏരിയയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ക്ലിനിക്കൽ ഏരിയയില് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഓക്സിലറി ഏരിയയിലോ നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം. ആൻസിലറി ഏരിയ എന്ന് പറയുമ്പോൾ പാൻട്രി വരുന്നുണ്ട്, ഡേ റൂം ഉണ്ട്, ട്രോളി ബേ ഉണ്ട്. സാനിറ്ററി ഏരിയയില് ടോയ്ലറ്റ്സ്, ഡർട്ടി യൂണിറ്റ്. ഇതെന്തായാലും നോക്കിക്കോണോ. ഈ ഒരു ചാപ്റ്ററിൽ ഇതെന്തായാലും നോക്കണം. സ്പെഷ്യലൈസ്ഡ് വാർഡുകളിലെ പേര് പഠിക്കണം. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഇത് ടീച്ചർ വന്ന ക്ലാസ് എടുത്തപ്പോ ടിക്ക് ചെയ്താണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഏതൊക്കെയാണെന്ന് തന്നിരുന്നോ? തന്നിരുന്നും പോകോ? ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഓൾറെഡി എല്ലാവരും ഗൈഡ് നോക്കിയാണ് പഠിക്കുന്നത് അല്ലെ. ഗൈഡ് നോക്കി പഠിക്കുക. 4, 11 പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിള്ളേരെ പേടിക്കണ്ട. ഇതൊന്നും ഒരു 5 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല. എന്തൊക്കെയാണ് ഗുഡ് വാർഡ് മാനേജ്മെന്റിലെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. നെക്സ്റ്റ് വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസില് ഇത് നോക്കണേ. 6th പോയിന്റ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഹു മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടർ ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. ആരാണ്? വാർഡ് ക്ലർക്ക് ആണ് കേട്ടോ, അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. 6th പോയിന്റ് നോക്കിക്കോളണേ. ഓക്കെ, അതേപോലെ തന്നെ ഹു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട്സ് വിത്ത് ആൻസിലറി റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. അതുമാതിരി തന്നെയാണ് വാർഡ് ക്ലർക്ക് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ വാർഡ് സിസ്റ്റർ തന്നെയാണ്. ഓക്കെ, പിന്നെ
പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നോക്കാം. വായിച്ചാൽ സിമ്പിൾ ആണ്, നിങ്ങൾ പേടിക്കേണ്ട. അല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യണോണ്ട് ക്വസ്റ്റ്യനും വായിക്കാം, ഓരോ ടെക്സ്റ്റ് ബുക്കുകളും ഓരോ ചാപ്റ്റേഴ്സ് വായിച്ച് വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ. യശുന്നുള്ളതില് PROന്റെ ജോബ് ഡ്യൂട്ടീസ് നോക്കാം കേട്ടോ. പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് ഡ്യൂട്ടീസ് നോക്കാം. ഇനി PRO ആരൊക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു ഹോസ്പിറ്റലിൽ? ആരൊക്കെ ആയിട്ടാണ് കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഡോക്ടേഴ്സ്, നഴ്സ്, ഹോസ്പിറ്റൽസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. ഇതുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ്, അല്ലെങ്കിൽ PRO ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികള് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസും മറ്റ് സ്റ്റാഫുകളും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സുകൾ, തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് ആരാണ്? കോംപ്രമൈസ് ചെയ്യുന്നത് ആരാണ്? ആരാണ് പിള്ളേരെ? PRO ആണ് കേട്ടോ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, ഇതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. അതിൽ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഗൈഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഗൈഡ് ചെയ്ത് നോക്കാം, ടെക്സ്റ്റ് നല്ലോണം വായിക്കുക, ഗൈഡിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ HA22 ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് മാത്രമായിട്ട് പേഴ്സണൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്? ഓക്കെ, എന്തെങ്കിലുമൊക്കെ സംശയം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്തൊക്കെ ഒന്ന് പഠിക്കുക നിങ്ങൾ കേട്ടോ. അങ്ങനെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ പഠിക്കാം. അറിയാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും വെച്ചാൽ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ചെയ്യാറുണ്ട്. ത്രീ ആൻഡ് ഫോർ മൊഡ്യൂളായിട്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കാം അല്ലെ? അത് പഠിച്ചതിന് ശേഷം ഫസ്റ്റ് മൊഡ്യൂളിന് വേണ്ടി നിങ്ങൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ICU റിവൈസ് ചെയ്തായിരുന്നോ? OT റിവൈസ് ചെയ്തു. OTയിലെ ടൈപ്സ് ഓഫ് OT പഠിക്കണം കേട്ടോ. ടൈപ്സ് ഓഫ് OT, അതേപോലെ തന്നെ 4 സോൺസുകൾ പഠിക്കണം. 4 സോൺസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നെന്നുള്ളത് പഠിക്കണം, വെച്ച് പോയത്. വെന്റിലേറ്ററിലെ കണ്ടീഷൻസ്, വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റിന് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്, ഒരു 17 കണ്ടീഷൻസ് ഉണ്ട്. അത് ഓരോ പേരുകൾ ഓർത്ത് വയ്ക്കാം. Then COPD എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, അതേപോലെ തന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ARDS. ഇത് രണ്ടിന്റെ മെയിൻ ആയിട്ട് എക്സ്പാൻഷൻ പഠിക്കാം. ഓക്കെ, ഇനി വെന്റിലേറ്ററിന്റെ 2 പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബ്രീത്തിങ് മെഷീൻ എന്നും മെക്കാനിക്കൽ വെന്റിലേഷൻ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പേഷ്യന്റിന് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? 2 സാഹചര്യത്തിലാണ് അല്ലെ? ഏതൊക്കെ സാഹചര്യങ്ങളാണ്? ഒന്ന് ഡ്യൂറിങ് സർജറി, റിക്കവറിങ് ഫ്രം സർജറിയിലും അല്ലെ? ഡ്യൂറിങ് സർജറിയിലും റിക്കവറിങ് ഫ്രം സർജറിയിലും നമുക്ക് വെന്റിലേറ്റേഴ്സ് ആവശ്യമാണ് അല്ലെ? ഓക്കെ, ഇനി നമ്മുടെ എയർവേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും കേൾക്കുന്നുണ്ടോ പിള്ളേരെ? നമ്മുടെ എയർവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. നോസ്, മൗത്ത്, ത്രോട്ട്. ത്രോട്ടിന്റെ കൂടെ ഓരോ പേരുകൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് ത്രോട്ട് എന്താണ്? ഫാരിനക്സ്, വോയിസ് ബോക്സ്, ലാറിനക്സ്, വിൻഡ്പൈപ്പ്, ട്രക്കിയ, ലങ് ട്യൂബ്സ്, ബ്രോങ്കി. ഓക്കെ, അതിൽ നോക്കിക്കൊള്ളാം കേട്ടോ. പിന്നെ പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യന്റിന് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്? ഹാർട്ട് റേറ്റ് മുതൽ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ് വരെ നമുക്ക് എന്താണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഇതിനൊക്കെ ആവശ്യകതകൾ എന്താണ്? ബ്ലഡ് പ്രഷർ വരുന്നത്, റെസ്പിറേറ്ററി റേറ്റ് ഉണ്ട്, ഓക്സിജൻ സാച്ചുറേഷൻ, ചെസ്റ്റ് എക്സസൈസ്, ഇതെല്ലാം അതും കൂടി ഒന്ന് നോക്കി കേട്ടോ. ഇത് എളുപ്പമല്ലേ ചാപ്റ്റർ? ചെറിയ എളുപ്പം. ബെനഫിറ്റ്
ബെനിഫിറ്റ് എളുപ്പമാണ്. റിസ്കുകളുടെ ആദ്യം നിങ്ങൾ ഈ പേരുകൾ നോക്കി പഠിക്കാം. എന്തൊക്കെ റിസ്ക് ഉണ്ട് ഒരു പേഷ്യന്റിന് നമ്മൾ പ്രോലോങ്ഡ് പീരീഡിൽ ദീർഘകാലം വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിൽ എന്തെല്ലാം റിസ്കുകൾ ആ പേഷ്യന്റിനെ അനുഭവിക്കേണ്ടി ചെയ്യേണ്ടി വരും? ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ ഉണ്ടാവും, വോക്കൽ കോഡ് ഇഷ്യൂസ് ഉണ്ടാവും, പൾമണറി എഡീമ ഉണ്ടാവും. വോക്കൽ കോഡ് ഇഷ്യൂസ് വരാനുള്ള കാരണം അറിയാലോ, നമ്മൾ ഓൾറെഡി ട്യൂബ് നമ്മുടെ വോക്കൽ കോഡ്സിലൂടെയാണ് കണക്ട് ചെയ്ത് അകത്തേക്ക് പോകുന്നത് അല്ലെ. അതിനാൽ തന്നെ എന്താണ് വോക്കൽ കോഡ്സിൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ പൾമണറി എഡീമ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ബ്ലഡ് കോട്ട് ചെയ്യാറുണ്ട്. ഈ ബ്ലഡ് കോട്ട് ആവാനുള്ള സാധ്യത എന്താണ്? ഒരു പേഷ്യന്റ് ഒരേ പൊസിഷനില് സെയിം പൊസിഷനിൽ തന്നെ കിടക്കുന്നത് കൊണ്ടാണ് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത വരുന്നത്. പിന്നെ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ വരുന്നുണ്ട്. ഫ്ലൂയിഡ് ഓവർലോഡ് ആവുന്നത് മൂലം എന്താണ് ഇൻഫ്യൂഷൻ ട്രാക്ട് ടോക്സിറ്റി പോലുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് റിനൽ ഫെയിലിയർ അല്ലെ, റിനൽ ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ലങ് ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ട്. അതിന് ലങ് ഇഞ്ചുറീസ് ഉണ്ടാവുന്ന രണ്ട് കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെ റീസൺസ് ആണ് അവിടെ പറയുന്നത്? ഒന്ന്, എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ് അല്ലെ. നമ്മള് ഒരു നോർമൽ ലിമിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് ലങ്ങിന് ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ന്യൂമോതൊറാക്സ് പോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ ടോക്സിറ്റി, ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ഓക്സിജൻ ടോക്സിറ്റി എന്താണെന്ന് പഠിക്കണം കേട്ടോ. അത് പിന്നെ ആരാണ് who attend the patients on mechanical ventilator? ആരാണ് മെക്കാനിക്കൽ വെന്റിലേറ്റർ പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്ന? ആരൊക്കെയാണ്? ഫിസിഷ്യൻസ്, അനസ്തേഷ്യസ്റ്റ്, പൾമണറി സ്പെഷ്യലിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ, ആൻഡ് നഴ്സസ്. പിന്നെ ഒരു കെയർ ടീം ഉണ്ടായിരിക്കും. ഓക്കെ, പിള്ളേരത് ഫസ്റ്റ് കൊണ്ടുള്ളത് കഴിഞ്ഞിട്ടോ. റേഞ്ച് പോയതാണ് കേട്ടോ, റേഞ്ച് പോയതാണേ. ടെർമിനോളജി നിങ്ങള് എന്താ പറയാ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് തന്നെ പഠിക്കാം കേട്ടോ. നമ്മൾ ടിക്ക് ചെയ്തൊന്ന് ജസ്റ്റ് നോക്കി പോയാൽ മാത്രമേ, അതിന് വേണ്ടി ഒരുപാട് സമയം ആരും കളയണ്ട കേട്ടോ. ഗൈഡിലുള്ളത് നന്നായിട്ട് പഠിക്കുക, ബാക്കി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിന് വേണ്ടി ആരും ഒരുപാട് സമയം കളയരുത്. കാരണം ഇതിനായിരിക്കും ഏറ്റവും കുറവ് ചോദ്യങ്ങൾ വരുന്നു കേട്ടോ. ഇതൊക്കെ പറഞ്ഞതാ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം എന്താണ് സഫിക്സ്, എന്താണ് പ്രിഫിക്സ്, എന്താണ് അബ്രിവേഷൻ, എന്താണ് റൂട്ട് വേർഡ്സ് എന്ന് പഠിക്കുന്നില്ലേ, അത് മാത്രം ഒന്ന് നോക്കാം കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മെലൂസ് ആണ് ഉള്ളത്. അതെ, യെസ്. സ്പില്ലേജില് ഈ നമ്മള് സ്പില്ലേജ് കണ്ടപ്പോ നോക്കുന്നത്, സ്പില്ലേജിൽ ഈ നമ്മുടെ പുതിയ ടെക്നോളജി, അതായത് എമർജിംഗ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. 5 ടെക്നോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. സ്പില്ലേജ് വേസ്റ്റ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് 5 ടെക്നിക്ക് പഠിക്കുന്നില്ലേ? റോബോട്ടിക് ഓട്ടോമേഷൻ,
ബയോറിമീഡിയേഷൻ, പ്ലാസ്മ ഗാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി. ഇതൊക്കെ എന്താണെന്ന് പഠിക്കുക. അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും പഠിക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ആക്ടുകളുടെ പേര് പറയുന്നുണ്ട്. അതിന്റെയൊക്കെ എക്സ്പാൻഷൻ പഠിച്ചോളണേ. RCRA, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതേപോലെ തന്നെ OSH എന്താണ്? ഒക്യുപ്പേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. ദെൻ EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. ഇതിന്റെ എക്സ്പാൻഷൻ പഠിക്കട്ടെ. 3 എക്സ്പാൻഷൻ അവിടെ പഠിക്കാം. റെഗുലേറ്ററി ബോർഡ്സുകളുടെ പേരാണ് കേട്ടോ. സ്പില്ലേജിലൊക്കെ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കുള്ളൂ കേട്ടോ. അറിയാലോ. ഇവിടെ നിങ്ങൾ പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൊല്യൂഷന്റെ പേരുകൾ മാത്രമേ മാറാറുള്ളൂ അല്ലെ. ഇപ്പൊ ലബോറട്ടറി സ്പില്ല് നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷനില് 1% ക്ലോറിനും 80% എത്തനോളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ഭാഗം ഒന്ന് നോക്കിയേക്കണേ. പിള്ളേരെ കേൾക്കുന്നില്ലേ? യെസ്. ഇനി റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ ഏത് ബാഗിലേക്കാണ് ഡിസ്പോസ് ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ലേബിൾഡ് ബാഗിലാണ് കേട്ടോ. ഓക്കെ, പേര് കണ്ടാൽ മനസ്സിലാവും. പിന്നെ കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താ? കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വാലുവേറ്റ് സ്റ്റേറ്റ്സ് ലൈക്ക് മൈനർ ഓർ മേജർ അല്ലെ. അത് വലുതാണോ ചെറുതാണോ എന്ന് നമ്മൾ നോക്കുക അല്ലെ. വലിയ സ്പില്ലേജ് ആണോ ചെറിയ സ്പില്ലേജ് ആണോ എന്നാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഓക്കെ, മറ്റുള്ളത് നോക്കിയാൽ മതി. പിന്നെ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്സുകൾ, ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ എങ്ങോട്ടാണ് നീക്കം ചെയ്യുന്നത്? ലേബിൾഡ് ബയോഹസാർഡ് ബാഗ്സോ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പഞ്ചർ റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലേക്കായിരിക്കും നമ്മൾ അതിനെ നീക്കം ചെയ്യുന്നത്. അങ്ങനെ ഓരോ വേസ്റ്റസുകളും ഒന്ന് നോക്കിയേട്ടോ. ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് 7 ടൈപ്പ് ഉണ്ടെന്ന് അറിയാലോ. 7 ടൈപ്പ് പഠിക്കാം. ബ്ലഡ്, കെമിക്കൽസ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽ സ്പില്ലേജ്, ഷാർപ്പ് ഒബ്ജക്റ്റീവ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ്, അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്ക് ഒക്കെ വരുന്നുണ്ട്? സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകളാണ് ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ എന്ത് വരുന്നുണ്ട്? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഇനി നമ്മൾ ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് ഏത് ലോസ് അല്ലെങ്കിൽ ഏത് നിയമങ്ങൾ പ്രകാരമാണ് നമ്മൾ ഈ വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസ് പ്രകാരം അല്ലെ. സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോക്കൽ നിയമങ്ങൾ പ്രകാരമാണ് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത് കേട്ടോ. അത് എല്ലാ ടൈപ്സിന്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും ഫോർത്ത് സ്പിൽ എന്നൊരു ഭാഗം അല്ലെ. കണ്ടോ? ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻ ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ്. അപ്പൊ ഈ റെഗുലേഷൻസ് പ്രകാരം മാത്രമേ നമുക്ക് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഹോസ്പിറ്റൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലയബിലിറ്റീസ് നേരിടേണ്ടി വരും. ഓക്കെ ഓക്കെ സ്പില്ലേജ് കഴിഞ്ഞു. ലേബർ റൂം ഞാനാണ് എടുത്തത് ആണോ? ലേബർ റൂം എളുപ്പമല്ലേ പിള്ളേരെ? പഠിച്ചാൽ മതി കേട്ടോ. ഇവിടെ ലേബർ റൂമിന്റെ സോണുകൾ മാത്രം മാറാനില്ല. ലേബർ റൂമിന് 3 സോണാണ്, ഓപ്പറേഷൻ തിയേറ്ററിന് 4 സോണാണ്. അത് ആ ഡിഫറൻസ് നോക്കി പഠിക്കണേ. LTR നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 3 അല്ലെ, ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സോൺസ് ആയിട്ടാണ്. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഇത് ലേബർ റൂമിന്റെ മാത്രമാണ് കേട്ടോ. അപ്പൊ ഇത് മാറിപ്പോകരുത്. അപ്പൊ ഓരോ സോണിലും എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് കൂടി നിങ്ങൾ പഠിച്ചേക്കണം. LDRP എക്സ്പാൻഷൻ പഠിക്കാം. ലേബർ,
ഡെലിവറി റിക്കവറി റൂം. അതേപോലെ തന്നെ നമ്മൾ അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതിനെ മറ്റൊരു പേരിൽ പറയുന്നുണ്ട്, എന്താണ് LTRP സ്യൂട്ട്, അതായത് ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. ഓക്കെ, എക്സ്പാൻഷൻ പഠിക്കണം. മെറ്റേണിറ്റി യൂണിറ്റ്സ് എത്ര ഫംഗ്ഷൻ ഏരിയാസ് ഉണ്ട്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ. ഓക്കെ, ആംബുലൻസിന്റെ മെഡിസിൻ എടുത്ത് ആംബുലൻസിന്റെ സൈനുകളെല്ലാം പഠിച്ചോളേ. സൈനുകൾ പഠിക്കണം. പിന്നെ ചിലപ്പോ പിക്ചർ ചോദിക്കാം, അല്ലെങ്കിൽ പേരായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. എക്യുപ്മെന്റ്സ്, വാട്ട് ആർ ദ എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ആംബുലൻസ്? എന്തൊക്കെ എക്യുപ്മെന്റ്സിന്? ടു-വേ റേഡിയോ, മൊബൈൽ ഡാറ്റ, എവിഡൻസ്, CCTV, ടെയിൽ ലിഫ്റ്റ് ലാമ്പ്, ട്രോമ, എയർ കണ്ടീഷനിങ്, ഡാറ്റ റെക്കോർഡ്സ്. പിന്നെ ടൈപ്സ് ഓഫ് ആംബുലൻസ് പഠിക്കണേ. ഇമ്പോർട്ടന്റ് ആയ ഭാഗം ഇതാണെന്ന് അറിയാലോ. ആംബുലെയർ എന്ന വാക്ക് ഇവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ആംബുലെയർ ഇവിടെ നിന്നാണ്. ഏത് വേർഡാണ് ആംബുലെയർ എന്ന് പറയുന്നത്? ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. The term ambulance comes from the Latin word ambulare. ആംബുലെയറിൽ നിന്നാണ് ആംബുലൻസ് എന്ന വാക്ക് ഉണ്ടായത്. ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? ടു വാക്ക് ഓർ മൂവ് അബൌട്ട് കേട്ടോ, നടക്കുക അല്ലെങ്കിൽ നീങ്ങുക. റേഡിയോളജി റിവൈസ് ചെയ്തോ? ഓക്കെ, റേഡിയോളജിയില് 4 ഇമാജിൻ ടെക്നിക്സ് ഏതൊക്കെയാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT ആണ്, MRI. ഓക്കെ, നമ്മൾ ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ ഉപയോഗിക്കുന്നത് ഏത് തരം ഇമാജിനിലാണ്? ഹൈ ഫ്രീക്വൻസി വേവുകൾ ഉപയോഗിക്കുന്നത് ഇതിലാണ്? ഓക്കെ, അൾട്രാസൗണ്ട്. സ്ട്രോങ് മാഗ്നറ്റിക് റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? MRIയിലാണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജി പഠിക്കണേ. 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർനാഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. അതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് പഠിക്കാം കേട്ടോ. പിന്നെ റേഡിയോളജിയുടെ ലൊക്കേഷൻസ് ഐഡിയനോട്ട് ദ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. പിന്നെ വരുന്നത് അതില് റേഡിയേഷൻ റിസ്കുകൾ അല്ലെ. സിവിയർ എഫക്റ്റ് ഉണ്ട്, ക്രോണിക് എഫക്റ്റ് ഉണ്ട്. അത് എന്തായാലും നമ്മൾ പഠിക്കണം കേട്ടോ. സിവിയർ എഫക്റ്റില് സെറിബ്രൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് പല കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ പേര് നിങ്ങൾ പഠിക്കുക കേട്ടോ. സിവിയർ എഫക്റ്റിൽ വരുന്ന, അതായത് ഹെവി ഡോസ് സ്ട്രെസ് ടൈമിൽ വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ക്രോണിക് എഫക്റ്റിൽ ദീർഘകാലം നിലനിൽക്കുന്ന എന്താണ്? കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷറിൽ വരുന്നത്. സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ഹെയർ ലോസ്, ബ്രിട്ടിൽ നെയിൽസ് ഉണ്ട്, നഖങ്ങൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ. പിന്നെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് അനീമിയ ഉണ്ട്, ലെക്കീമിയ വരുന്നുണ്ട്. എയർ റിലേറ്റഡ് ആയിട്ട് എന്താണ്? കാറ്ററാക്ട് ഉണ്ട്. അതേഴ്സ് സ്റ്റെറിലിറ്റി, ഒബേസിറ്റി ആൻഡ് ക്യാൻസർ. അപ്പൊ ഈ എഫക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. പേരുകൾ ഓർത്ത് വെക്കണം കേട്ടോ. അതേപോലെ തന്നെ AERBയുടെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. AERB സ്റ്റാൻഡ് ഫോർ Atomic Energy Regulatory Board. Atomic Energy Regulatory Board. അതേപോലെ തന്നെ ബാർക്കിനെ കുറിച്ച് പറയുന്നത്. ബാർക്ക് സ്റ്റാൻഡ് ഫോർ ഭാമ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ്. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്താണെന്ന് പഠിക്കണം. നമ്മള് 3 തരം പ്രൊട്ടക്ഷൻ അവിടെ പഠിക്കുന്നുണ്ടല്ലോ. ഒന്ന് ഓക്യുപേഷൻ പ്രൊട്ടക്ഷൻ, അത് സ്റ്റാഫിനുമായി ബന്ധപ്പെട്ടത്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പേഷ്യന്റുമായി ബന്ധപ്പെട്ടത്. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? പബ്ലിക്കുമായി ബന്ധപ്പെട്ടത് കേട്ടോ. പിന്നെ
പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് സ്റ്റാഫിനും പേഷ്യൻസിനും പബ്ലിക്കിനുള്ളത് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഏതാണ് ടീച്ചർ എടുത്തത്? എല്ലാം കംപ്ലീറ്റഡ് ആണ് കേട്ടോ. യെസ്. കേൾക്കാമോ? ഓക്കെ. യെസ്. നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? മൈക്ക് ഓണാണ് പറഞ്ഞോ. ഒക്ടോബർ 4 ഒക്ടോബർ 4 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതെ. യെസ്. ഒരു 6 മാസം നമ്മുടെ മുന്നിൽ കടന്നു പോയത് അല്ലെ? പെട്ടെന്ന് പോയി. സത്യം പറയാതെ വളരെ പെട്ടെന്ന് പോയി ക്ലാസ്. നമ്മൾ അന്ന് മുതലേ ഭയങ്കര ഡിസ്കഷൻ ഒക്കെ ചെയ്തിരുന്നതാണ്. ഇനി കുറച്ചുകൂടി ദൂരം പോകാനുണ്ട്, കോൺവൊക്കേഷൻ എന്താണൊക്കെ അത്യാവശ്യം ദൂരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന്റെയൊക്കെ ഏകദേശം അടുത്തെത്തി നമ്മൾ അല്ലെ? പെട്ടെന്ന് പോയി സത്യമായിട്ട് കേട്ടോ. എനിക്ക് നിങ്ങളോട് അങ്ങോട്ടാണ് താങ്ക്സ് പറയാനുള്ളത്. കാരണം ഇതുപോലെ ഒരു നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ട്. 8th ബാച്ചില് നല്ല കുട്ടികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ഏറ്റവും നല്ല സ്റ്റുഡൻസ് ആണ്. നമുക്ക് ക്ലാസ്സിൽ ഒരു പ്രശ്നമില്ലാതെ ഒരു ടെൻഷൻ ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു ക്ലാസ് ഇതായിരുന്നു കേട്ടോ. അതായത് ടീച്ചേഴ്സിന് അടക്കാതെ പിടിക്കാതെ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ ഒരു ഡിസ്റ്റർബൻസ് ചെയ്യാതെ അത്ര സ്നേഹമുള്ള കുട്ടികളാണ് കേട്ടോ. ഒരു കണക്ഷനും ഇല്ല. നമ്മൾ ജസ്റ്റ് ശബ്ദങ്ങളിൽ മാത്രമാണ് കാണുന്നത്. എന്നിരുന്നാൽ പോലും എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട് അല്ലെ? പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയ സിറ്റുവേഷൻസിലാണ് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ കയറുമ്പോൾ ഏറ്റവും വലിയ സമാധാനം. കാരണം ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ മറികടക്കാനായിട്ട് കുറച്ച് സമയം, 1 മണിക്കൂറാണെങ്കിലും അത് നമുക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് എല്ലാവരും ആ സന്തോഷത്തിന് പുറകെ പോകും അല്ലെ? യെസ്. അതിനൊരുപാട് അങ്ങോട്ട് താങ്ക്സ് പറയുന്നു. ഒരു പ്രശ്നമില്ലാതെ ഇത്രയും നാളതിന് കൊണ്ടുപോയതിന് കേട്ടോ. നിങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ്സ് ഇതുവരെ അങ്ങനെ കൊടുക്കേണ്ട റിപ്പോർട്ട് ചെയ്തൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആരും നെക്സ്റ്റ് ബാച്ചിനോട് ഞങ്ങൾ പറയും. H 22 കുറിച്ച് പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ വേറെന്താ പറയാ, ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സിനും മാത്രം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കോഴ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന കാര്യം
ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ ഇങ്ങാട് വന്നിട്ടിരിക്കില്ല, തിരിച്ച് നമ്മൾ അന്വേഷിക്കണം. ചെറിയൊരു ഹോസ്പിറ്റൽ സർവീസസ് ആണോ ക്ലിനിക് ആണോ എവിടുന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും നിങ്ങൾ അതിനെ സ്വീകരിക്കുക, വിട്ടുകളയരുത് കേട്ടോ. അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പോവാതിരിക്കരുത്. ചെറിയൊരു ജോലിയാണെന്ന് വിചാരിച്ചാൽ ആരും പോവാതിരിക്കരുത്. ചെറിയൊരു ജോലിയാണെങ്കിൽ അതിന് ചെറിയൊരു സാലറി ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ അത് എക്സ്പീരിയൻസിന് വേണ്ടി പോവാം. എന്നിട്ട് മറ്റൊരു അവസരം അന്വേഷിക്കണം, അന്വേഷിക്കാതിരിക്കരുത്. ഇപ്പൊ ബെറ്റർ ആയിട്ടൊരു ജോബ് ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്കറിയാലോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഒരിക്കലും തളരാതെ മുന്നോട്ട് പോവാം കേട്ടോ. ഒറ്റയ്ക്ക് നമുക്കൊരു സ്വന്തമായിട്ടൊരു വിൽ പവറാണ് വേണ്ടത്, മറ്റാരും ആശ്രയിക്കാതെ കേട്ടോ. അങ്ങനെ ചെയ്യണം, അങ്ങനെ നിൽക്കണം നിങ്ങൾ. ഇപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും, എന്നിരുന്നാൽ പോലും നമ്മൾക്ക് നമ്മൾ തന്നെ കൂടെ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു സിറ്റുവേഷനിലും പതറി പോകരുത്. ജോലി സ്ഥലത്താണെങ്കിലും പല പ്രശ്നങ്ങളൊക്കെ നേരിട്ട് നിൽക്കാൻ അതിനൊക്കെ മാറിയിടണം, മുന്നോട്ട് പോവാം. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അല്ലെ, അതിനു വേണ്ടി മുന്നോട്ട് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് പോവാം. പിന്നെ എന്താണ് വേറെ എന്താ പറയാ, ഞാൻ പറഞ്ഞത് സത്യമാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പല അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരിക്കലും അതില് നിങ്ങൾ പെട്ടുപോകരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുണ്ട്, നമ്മുടെ ഇപ്പൊ മാരേജ് കഴിയാത്ത കുറച്ച് പേരുണ്ട്, കഴിഞ്ഞവരുണ്ട്. അപ്പൊ പിള്ളേരെ നിങ്ങളോട് പറയാം, മാരേജും അല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഏറ്റവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജോലി നേടുക, സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കണം. പിന്നെ ലൈഫിൽ കല്യാണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ലൈഫ് കുറച്ചുകൂടി ഇതാവണമെന്ന് മാത്രം. കുടുംബജീവിതം എപ്പോഴും നല്ലത് തന്നെയാണ്, ഒരിക്കലും അല്ലാന്ന് പറയുന്നില്ല കേട്ടോ. ഫാമിലിയിൽ എത്താവുന്നത് നല്ലതാണ്, പക്ഷെ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചൂസ് ചെയ്യും. പിന്നെ ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒരിക്കലും പോകരുത് കേട്ടോ. നമ്മൾ അച്ഛനമ്മയുടെയും കൂടെ ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള ഒരു സമയം. അത് തന്നെയാണ് ഏറ്റവും പർശായിട്ടുള്ള ഒരു മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ. പിന്നെ ലൈഫിലെ പാർട്ട്നേഴ്സ് വരെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് പാർട്ട്നേഴ്സിനെ കിട്ടട്ടെ, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കുക, എപ്പോഴും അവരുടെ കൂടെ വെക്കുക. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താൻ ശ്രമിക്കണം കേട്ടോ. അവരും ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ആണ്, അവർക്ക് അവരുടേതായ രീതിയിൽ. നമ്മളും നമ്മുടെ കുട്ടികളെ ഒരിക്കലും ആശ്രയിക്കരുത്. അവരുടെ സമയമാകുമ്പോൾ അവര് നമ്മളെ വിട്ടു അല്ലെ. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കുന്നു, നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കണം. പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇഷ്ടമുള്ള കാര്യം ചെയ്യണം, ഒരു മടി ഉണ്ടാവരുത്, ആരുടെ പെർമിഷന്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസയാണ് അല്ലെ, ചെറിയ എമൗണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫ് എപ്പോ വേണമെങ്കിലും തീർന്നു പോയാൽ ഇന്നുണ്ട് നാളെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഉള്ള സമയത്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകാൻ ശ്രമിക്കണം. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും ആ ഒരു സൗഹൃദം, ആ ഹാപ്പിനെസ് എപ്പോഴും നിലനിർത്താൻ പറ്റണം കേട്ടോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ച് നീ കാണുമായിരിക്കും, കോൺവെക്കേഷൻ കഴിഞ്ഞാലും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമായിരിക്കും. പക്ഷെ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, നിങ്ങൾ ഒന്ന് വിളിക്കണം കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോ വിളിക്കുക, സംസാരിക്കാം. എപ്പോഴും സന്തോഷം സങ്കടമൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഞങ്ങളെയും കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ക്ലാസ്സാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ എന്താ പറയട്ടെ, നിങ്ങൾ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ ആരും പോകരുത് കേട്ടോ. എപ്പോ വേണമെങ്കിലും സങ്കടം തേടി വരാം, അതിനപ്പുറത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ലൈഫിൽ മുന്നേറേണ്ടത് കേട്ടോ. ഡിഫിക്കൽട്ടി വരുമ്പോഴാണ് നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്, നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുന്നൊക്കെ അറിയുന്നത്. അപ്പൊ എന്താ പറയാ, അങ്ങനെ വന്നാലും ഒരിക്കലും തളർന്നു പോകരുത്. നമ്മൾ അധികം ഉയർന്നു എന്നിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് ചിന്തിക്കാനപ്പുറത്തെയും അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ലൈഫ് ഒരു വയസ്സ് മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തില് എനിക്ക് 30 വയസ്സായതാണ്. ഇതുവരെയും ലൈഫില് ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എന്റെ ടോപ്പിക് സൈക്കോളജി ആണ്. അതിലേക്ക് വരാൻ കാരണം എന്റെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എക്സാം കഴിയുമ്പോൾ PG സ്റ്റുഡൻസിന്റെ ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ അതില് പറ്റുന്നവര് ജോയിൻ ചെയ്യാം. ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ക്ലാസ്സിൽ.
ബിഗിനേഴ്സോ അറ്റൻഡൻസോ അദറൻസോ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അത് ടൈം ടേബിൾ ഇടുന്നതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ ഓരോ ടീച്ചേഴ്സിന് ഒഴിവനുസരിച്ചിട്ടാണ് നമ്മൾ പീരീഡ് ഇടുന്നത് കേട്ടോ. ഓക്കെ, യെസ്. പിന്നെന്താ പറയാ, നല്ല വിഷമമുണ്ട് നിങ്ങള് പോകുന്നതില്. പിന്നെ സെക്കൻഡ് പീരീഡ് കയറാന്ന് വിചാരിച്ചത്. ഫസ്റ്റ് പീരീഡ് ഒരു സുഖം ഉണ്ടായില്ല. ഇനി ഫസ്റ്റ് പീരീഡ് കുറച്ച് പേര് പോയിട്ട് സെക്കൻഡ് പീരീഡ് ആരും ഇല്ലെങ്കിലോ എന്നൊക്കെ പിന്നെ കയറിയതാണ് കേട്ടോ. എല്ലാവരെയും മിസ് ചെയ്യാം കേട്ടോ, എല്ലാവരെയും അതേപോലെ. പേര് ഓരോരുത്തർ പറയുന്നില്ല. എപ്പോഴും ഞാൻ പറയാറുള്ള പേര് ഇവിടെ മുബിയാണ്. മുബി ഹസീൻ എപ്പോഴും ഉണ്ടാവും ക്ലാസ്സിന്. അതുപോലെ ആതിരി ഉണ്ടാവാറുണ്ട്, നിഷ ഉണ്ടാവാറുണ്ട്, ഹസീന, ശരണ്യ ഉണ്ടാവാറുണ്ട്. ശരണ്യ ഇടക്ക് കുറെ കഴിയുമ്പോൾ കയറി വരാറുണ്ട്. ഒരാൾ കുഞ്ഞിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആശ്ലി ഉണ്ട്. എല്ലാവരും ക്യാമറ ഓണാക്കി കാണാലോ. കൃഷ്ണനെ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ആരാ നമ്മുടെ മേഘ, മിന്നു ഇങ്ങനെയാണ് വിളിക്കുന്നത്. മിന്നു എന്ന് പറയുമ്പോ ചെറിയ കുഞ്ഞാന്ന് വിചാരിച്ചേ. സീത, മൂവി ഒന്ന് ക്യാമറ ഓൺ ചെയ്യണോ? മുബീനെ കണ്ടില്ല. ഇതാണല്ലേ മൂവി. ഓക്കെ, മുബീനെ പറ്റി പറയുമ്പോഴേ ഞങ്ങൾ ചിലപ്പോ ഏതെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റ് ഇട്ട് പോവാറുണ്ട്. അതായത് ഫ്ലോ പോവാറുണ്ട് ക്ലാസ്സിൽ. ഇപ്പൊ എന്തെങ്കിലും കമന്റ് ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെ പിടിച്ച് ഞങ്ങൾ ക്ലാസ് എടുക്കാറുണ്ട്. ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പറയും. ഓക്കെ, അതിര സജിത്ത്, നസീമ, ഹസീന രണ്ടുപേരുണ്ടല്ലേ. ഷിജോ സാർ, ഷിജോ അബ്രഹാം. എന്ത് ചെയ്യാണ് ശരിക്കും? എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുന്നുണ്ടോ? ആണോ? ഫാദറാണോ? മൈക്ക് ഓഫാണ്. മൈക്ക് നമ്മുടെ ഓൺ ആണ്. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഷിജോ സാർ, ഫാദറിന്റെ മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഓഫ്. ഫാദറാണ്. ഓക്കെ, എവിടെയായത് പറയാ? ചാലക്കുടി. തെറ്റാണല്ലേ? ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു ക്ലാസ്സുകളിലെ കണ്ടിട്ടില്ല കേട്ടോ. ഞാന് ക്ലാസ് അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ പങ്കെടുത്തത്. ഈവനിങ് നോക്കും. ഫാദർ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയോടെ കേട്ടോ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ കേട്ടോ. പിന്നെ ആരാണ്? മുഫീദ, ഇങ്ങനെ തന്നെയാണോ പേര്? മുഫീദ, നജ്മി, നജീബ്. ഓക്കെ, എന്താണ് എന്തെങ്കിലും പറയൂ. ക്യാമറ ഓൺ ചെയ്തിട്ട് ഉണ്ടായിരിക്കാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ ക്ലാസ് തീരുന്നതില്? തീർച്ചയായിട്ടും. അതെ മാം. അതെ, ടീച്ചേഴ്സിന് മാത്രല്ല സ്റ്റുഡൻസിനെ മിസ് ചെയ്യും. ചെയ്യല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും വരുന്നത് നിലനിർത്താറോ? വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിനി കാണാൻ പറ്റുന്ന ഒരു അവസരം കോൺവോക്കേഷൻ ആണല്ലേ. ഒരു മെയ് ലാസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. മെയ് ലാസ്റ്റ് എന്തായാലും കോൺവോക്കേഷൻ മിക്കവാറും ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരും എത്തണം. ഫാദറിന് എന്തായാലും വരാൻ പറ്റില്ലേ? ഫാദർ നോക്കണം. ചാലക്കുടി ഫാദർക്ക് അടുത്തല്ലേ? പെട്ടെന്ന് എത്താലോ. വരണോ കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ. ഓക്കെ, എന്താണ് ശരണ്യ? എന്താണ് പറയും? പറയാൻ പറ്റില്ല അല്ലേ? എന്തോ ഒന്നും പറയാൻ പറയാനും പറ്റുന്നില്ല. ഇതാണ് മുബി അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 40 സ്റ്റുഡൻസ് ഉണ്ട്, 40 പേര്. എന്താണ് ശരണ്യക്ക് വിഷമം വരുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, നമുക്ക് കോൺവോക്കേഷന് കാണാൻ എല്ലാവരും വരണോട്ടോ. വരാതിരിക്കട്ടെ. എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ അന്നത്തെ ദിവസം എനിക്കൊന്ന് കാലം പിടിച്ചൊന്ന് വരണം. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തടുത്തുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വന്നാലും മതി. അപ്പൊ വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ആരൊക്കെയാണ് അടുത്തുള്ളതെന്ന്. അങ്ങനെയുള്ളവർ ഒരുമിച്ച് വരാം കേട്ടോ. എന്താണ് വിഷയം ഇങ്ങനെ ഇരിക്കുന്നത്? ഇല്ല മാം, അടുത്ത ആരും ഇല്ല. എല്ലാരും ഓരോരോ ജില്ലയിലാ. കാസർഗോഡ്. ശരിക്കും കണ്ണൂരാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വീട് മാറിയിട്ട് ഇപ്പൊ 2 വർഷം. നിങ്ങൾ വരണോന്നാണ് നിങ്ങൾ കാണാൻ ശരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരിക്കും ആഗ്രഹമുണ്ട്.
എന്തായാലും 99% വരാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ആ ഒരു സ്വപ്നമില്ലേ, ആ ഒരു കോൺവൊക്കേഷൻ സെറമണിയിൽ ആ കോട്ടൊക്കെ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം ആഗ്രഹമില്ലേ? ഉണ്ട്, സത്യം. പാരന്റ്സ് അല്ലേ? വരണം. പ്രൗഡ് ഫീൽ അല്ലേ, പ്രൗഡ് മൊമെന്റ് അല്ലേ അതൊക്കെ. അതെ അതെ അതെ. അപ്പൊ മാക്സിമം എത്താൻ പറ്റുന്നത് ഇപ്പൊ തലേ ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്ന കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറേഞ്ച്മെന്റ്സ് പിന്നെ അങ്ങനെ എന്റെ നമ്പർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. പറഞ്ഞോളൂ മാം. 89 സോറി കേട്ടോ, ഒരു മിനിറ്റ്, അത് പഴയ നമ്പറാണ്. 892127 892127 6811. ശരിക്കും ഇവിടെ നമ്പർ പോലും നമ്മളൊന്നും കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്, പക്ഷെ ക്ലാസ് ഒന്നും കഴിയല്ലേ, നിങ്ങൾ കുഴപ്പമില്ലല്ലോ. ജോബ് സാറും തന്നായിരുന്നു നമ്പർ. ജോബ് സാർ വന്നിട്ടുള്ളത്. എന്തുണ്ടെങ്കിലും വിളിച്ചോ. ക്ലാസ്സിൽ കയറുന്ന കുട്ടികളുണ്ടല്ലോ, ആ അവരെ മിസ് ചെയ്യാമെന്ന് പറഞ്ഞു സാറാണ്. വിലൂസ് പ്രത്യേകം വീക്ഷ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കൊടുക്കുന്നൊക്കെ കയറാത്തോ. നമുക്ക് ഈ ലാസ്റ്റ് ആള് പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് 11 ക്ലാസ് എടുക്കൂലേ ഇപ്പൊ? എന്തോ 11th ക്ലാസ് ഇല്ലേ 11:30? ക്ലാസ് സെക്കൻഡ് ക്ലാസ് 1 മണി വരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നുകൂടി ചെയ്തിട്ടില്ലല്ലേ? എന്നോട് പറഞ്ഞ ലാസ്റ്റ് സമയത്ത് വിളിക്കണ്ട, ഇങ്ങനെ വളരെ വിട്ടായിരിക്കുന്ന സമയത്ത് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഓരോ ശ്രദ്ധയാണ്, പെട്ടെന്ന് കരയും. നിങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. മാം ഒന്നുകൂടി പറയാലോ? ഇതോ കേൾക്കുന്നില്ലടോ? നമ്പർ ഒന്നുകൂടി പറയാം. നമ്പറോ 892127 6811. ഇത് ടൈപ്പ് ചെയ്തേ. കറക്റ്റ്. അപ്പൊ ഞാൻ സാറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പ്രോഗ്രാംസ് ഉണ്ടാവുമെന്ന്, ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു കേട്ടോ. ചെയ്യുന്നുണ്ടോ നിങ്ങൾ? എങ്ങനെയാ പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? ഇപ്പം ചെയ്യുന്നില്ല, എക്സാമിന്റെ ചൂടിലായോണ്ട് ഒന്നും ചെയ്യുന്നില്ല. എക്സാം കഴിയട്ടെ വിചാരിച്ചു. എക്സാം ചൂടിൽ ഞാൻ ഡേറ്റ് പറയുന്നതാണ്. എക്സാം കഴിഞ്ഞിട്ട് സാവധാനം ചെയ്യാന്ന് പറഞ്ഞു. 24 പരീക്ഷ കഴിയുന്നത്. 24-ന് ഡേറ്റ്, ഇലക്ഷൻ ഡേറ്റ് മാറ്റി 10ലേക്ക് ആക്കി. മെയിലാണോ കോൺവൊക്കേഷൻ മാം? ലാസ്റ്റ് ആയിരിക്കുമോ? ഈ ലാസ്റ്റ് ആയിരിക്കും മിക്കവാറും കേട്ടോ. കാരണം നിങ്ങളുടെ ഇത്രയും പേരുടെ സർട്ടിഫിക്കേഷൻ കഴിയണം. സർട്ടിഫിക്കറ്റ് അടിച്ചു വന്നതിന് ശേഷം പറ്റുള്ളൂ. പിന്നെ ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ PR-ഒനെ കോൺടാക്ട് ചെയ്യാം. PR-ഒ ഉണ്ടാവൂലേ? ആരാണ് പേരിലാണ് PR-ഒക്കെ? രേഷ്മ മാം ആണ്. രേഷ്മയെ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം കേട്ടോ. പിന്നെ വേറെ എന്താണ്? ഇപ്പൊ വീട്ടിലെല്ലാവരും വീട്ടിലെല്ലാവരോടും പറയല്ലാവരോട് കോൺവെർസേഷനിൽ കൊണ്ടുവരാൻ പറയണം കേട്ടോ. PG-ക്കാർക്ക് സെപ്പറേറ്റ് ആയിരിക്കും കോൺവെർസേഷൻ? PG-ക്കാർക്ക് സെപ്പറേറ്റ് ആണ്. അയ്യോ, അപ്പൊ ഞങ്ങളെ കാണാൻ പറ്റില്ല. PG ചെയ്യുന്നുണ്ടോ? ഒന്നും തീരുമാനിച്ചില്ല. ഹസ്ബൻഡ് പറയുന്ന ചെയ്തോന്ന്, പക്ഷേ നോക്കട്ടെ, സാഹചര്യം പോലെ. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ തീരുമാനിച്ചിട്ടില്ല. നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? എക്സാം കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. കുറെ ഗ്യാപ്പ് എടുത്തിട്ടും ചെയ്യാൻ പറ്റുമോ? ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒപ്പം ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്കൊരു പ്രത്യേകിച്ച് ഇതിന്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അതിൽ വരുന്നത്. അപ്പൊ അതിൽ റിലേ കണ്ടായി പോകണ്ടാവും. ഒരു ഫ്ലോ കിട്ടും കറക്റ്റ് ആയിട്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജോയിൻ ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, പ്രത്യേകിച്ച് PG ആയിട്ട്. PG കുറച്ച് പാടാണ്.
പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചേരാതിരിക്കരുത്. പക്ഷെ നിങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ PG ഉണ്ടെന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റൊരു ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കൃഷ്ണേന്നും ഇല്ലേടോ ക്ലാസ്സിൽ നിന്ന്? ഇല്ല മാം, കൃഷ്ണന്റെ റിലേറ്റീവ് ആരോ മരിച്ചു. ആണോ? ഓക്കെ. ഇത് 822 തന്നെ അഭിരാമി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചു. കൃഷ്ണേന്ദുവിന്റെ നാത്തൂനാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് അടക്കം. അപ്പൊ അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അവള് പറഞ്ഞായിരുന്നു ലാസ്റ്റ് ക്ലാസ് എന്തായാലും കയറണം എന്ന് പറഞ്ഞു. ഇനി പെട്ടെന്ന് സംഭവിച്ചപ്പോ കയറാൻ പറ്റിയില്ല. പക്ഷെ അതിനോട് എല്ലാ അന്വേഷണങ്ങളും പറയാം കേട്ടോ. പറയാം മാം. നിങ്ങള് വന്ന് കഴിയുമ്പോ എന്തായാലും വന്ന് വർത്താനം പറഞ്ഞോട്ട് പിള്ളേരെ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളെ ഇപ്പൊ കുറച്ചു നേരം അറിയാം. ഞാൻ മറക്കൂല. ഹസീന എപ്പോഴും ഇടയ്ക്കൊക്കെ ക്യാമറ ഓൺ ആക്കും. ഹസീന ഓൺ ചെയ്തതിനു ശേഷം ഓഫ് ചെയ്യാറ്. അത് അറിയാതെ ഓണം മോള് വന്നിട്ട് ചെയ്യണം മാം. രണ്ടോ നോക്കി കഴിഞ്ഞിട്ട് ഒറ്റ ഓഫ് ചെയ്ത് നോക്കണേ. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ആരാണ്? ചീന പുറത്തുള്ള കുട്ടി അല്ലേ? അവരോടാണ്. ഇറ്റലിയിലുള്ള ചീനയുടെ പിന്നെ ഇവിടെ അടുത്താണ്. ജീന PG ആണെന്ന് തോന്നുന്നു. PG ചെയ്യുന്നത് അല്ലേ? ഫാദർ PG ചെയ്യുന്നുണ്ടോ? ഫാദർ ചെയ്യുന്നുണ്ടോ? തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും പറയൂ? 2-3 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും പറയൂ. മുഫിക്കല്ലേ 3 കുട്ടികള്? അതെ, മുഫിക്ക് ട്രിപ്ലെറ്റ്സ് ആണ്. രണ്ടാണോ ഒരു പെൺകുട്ടി? അതെ. എല്ലാവരും നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികളാണെങ്കിൽ കൊണ്ടുവരും കേട്ടോ. കുട്ടികളെ കൊണ്ടുവന്ന കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കൂടെ ഉണ്ടാവണമെന്നുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് അറിയരുത് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോ. അവർക്ക് 3 വയസ്സായി. എന്റെ മക്കൾക്ക് 3 വയസ്സായിട്ടുണ്ട്. മിന്നുവിനെ മാത്രം നമ്മൾ അടുത്ത ബാച്ചിന്റെ കൂടെ PGയുടെ കൂടെ കാണുള്ളൂ കേട്ടോ. മിന്നുവിനെയൊക്കെ പിള്ളേരെ കാണാം. എന്റെ ശരണ്യ ഒന്ന് ചിരിക്കണോ? സക്സസ്ഫുൾ ആയിട്ടല്ലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേക്കണം? ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു, എക്സാം കൂടി കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. എനിക്ക് എല്ലാവർക്കും പേര് സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ടോപ്പേഴ്സിന്റെ പേര് വിളിക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പേരുണ്ടാവോ? ആഗ്രഹമുണ്ട് മിസ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ്മാരോട് ഒരു പ്രത്യേക താങ്ക്സ് പറയണം കേട്ടോ. കാരണം ഇതിന് നിങ്ങളെ ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തതിൽ, അതായത് നിങ്ങളുടെ പാരന്റ്സ് എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഫിനാൻഷ്യൽ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ അല്ലെ മെന്റലി ഫിസിക്കലി സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അവരോട് പ്രത്യേക താങ്ക്സ് പറയാം. കുഞ്ഞുങ്ങളോട് അന്വേഷണങ്ങൾ പറയാം. അപ്പൊ ഈസ്റ്റർ ഒക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കാം. ഹാപ്പി ഈസ്റ്റർ ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഈസ്റ്ററും അതേപോലെ തന്നെ അഡ്വാൻസ് ഹാപ്പി വിഷു. വിഷു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആയോ? എന്തോ വിഷു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആയോ? സെലിബ്രേഷൻ നമുക്ക് 14-ാം തീയതി ഇവിടെ പ്രോഗ്രാംസ് ആണ്. വിഷു സെലിബ്രേഷൻ ആണ്. പിന്നെ ഡാൻസ് ഓൾറെഡി ഡാൻസ് ആണല്ലോ ടീച്ചേഴ്സിന്റെ. വേറെ പ്രത്യേകിച്ച് ഓക്കെ, പൊളിക്കാം. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകളും ഈസ്റ്റർ ആശംസകളും കേട്ടോ. ഓക്കെ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you so much. Thank you. എല്ലാവർക്കും വിഷ് വെരി ഓൾ ദി ബെസ്റ്റ്. എല്ലാ ഭാവങ്ങളും നേരിടാം കേട്ടോ. നല്ലത് മാത്രമേ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ലവ് യു ഓൾ. Okay, ma'am. Thank you. Okay, ma'am. Thank you. അല്ലെങ്കിൽ 11 പെട്ടെന്നാവും. 11 ആവുന്നില്ലല്ലോ. 29 എങ്ങനെ നിൽക്കുകയാണ്. അതെ മാം. ശരി, ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ നിങ്ങൾ പോകുന്നില്ലേ. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ചെറിയ സർപ്രൈസ്. എന്താ മാം?
സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് അല്ല, അപ്പൊ തന്നെ ചോദിക്കാം എന്താണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫാദർ. ബൈ.